തന്നേക്കാരോ കേൾക്കണോ? കേൾക്കണം അല്ലേ? പറഞ്ഞാലും എന്റെ ലിവർ മാറ്റി വെക്കാന്ന് പറഞ്ഞു. മൂപ്പര് ഭാര്യക്ക് അസുഖം ഉണ്ടായി. ഇവിടെ ഭാര്യ കേൾക്കണം കേട്ടോ. കുറച്ചോനെ ഭർത്താവ് പറയുന്ന ആരെങ്കിലും ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റണ്ട. എന്റെ കൂടെ പഠിപ്പിക്കലല്ലേ. അപ്പോ മൂപ്പര് ഭാര്യക്ക് സുഖല്ല, വലിയ പ്രയാസമായി ഡോക്ടർമാരെ കാണിച്ചു. ഡോക്ടർമാർ വിധിയെഴുതി നിന്റെ മജ്ജ മാറ്റിവെക്കണം. എന്താണ് അല്ലേ? മജ്ജ മാറ്റിവെക്കണം. ആ ഉമ്മ സലാത്തുൽ ഫാത്തിഹയുടെ വ്യക്താവാണ്. എത്ര ലക്ഷം പറഞ്ഞു ഡോക്ടർ? 45 ലക്ഷം രൂപ ഈ പാടത്തിനോട് റെഡിയാക്കാൻ വേണ്ടി ഡോക്ടർമാർ എഴുതി. ആ ഉമ്മയുടെ ഭാര്യ പറഞ്ഞു, നമ്മൾക്ക് നേരെ മേലെ കൊടുക്കാതെ തങ്ങളെടുത്തു പോവാം. കാട്ടിക്ക് പോവാ. അവിടെ പോയി ഞങ്ങളുടെ സങ്കടങ്ങൾ നമുക്ക് പറയാം. നല്ല കണ്ണുകളുമായിട്ട് അവരെന്നെ സമീപിച്ചു. കേൾക്കണട്ടോ? നിറ കണ്ണുകളുമായി എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, 45 ലക്ഷം നിങ്ങൾക്ക് വേണം, എന്റെ മജ്ജ മാറ്റി വെക്കോ. ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട അല്ലെ? അങ്ങനെ പറഞ്ഞു. എന്താണ് സുഖമാവുന്ന എന്റെ കറാമത്തല്ലോ കേട്ടോളിങ്ങള്. അങ്ങനെ അമ്മ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളെ നാവോണ്ട് പറഞ്ഞില്ലേ എനിക്ക് പേടില്ല. നിങ്ങള് നാവോണ്ട് പറഞ്ഞല്ലോ 45 ലക്ഷം രൂപ സ്വപ്നം പോലും കാണാൻ എനിക്ക് കഴിയൂല. എന്റെ മജ്ജ മാറ്റി എനിക്ക് വലിയ തങ്ങളെ. മേലെ കുടക്കാടിന്റെ മുറ്റത്ത് നിന്ന് വന്ന് കരഞ്ഞപ്പോ ഈ കൂടപ്പുറപ്പിനോടും ഭാര്യയോടും പറഞ്ഞ് വിഷമിക്കണ്ട, അല്ല പരാജയപ്പെടുത്തൂല. എന്താണ്? അല്ല പരാജയപ്പെടുത്തൂല. കൂട്ടിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ സമീപിച്ചു അല്ലെ? ഡോക്ടർ എന്തായിരുന്നു? സ്കാനിങ് പാട് ഇന്നലെ പോയത് മെയിൻ ഡോക്ടറെ കണ്ടു. ഇന്നലെ ഡോക്ടർമാരെ കാണിച്ചു. സർജറി നടത്തുന്ന ഡോക്ടറെ കാണാൻ പറഞ്ഞു. സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോ ഒരു രോഗമില്ല. ഡോക്ടർ എന്താ വിട്ടുപോയി പറയാം. മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ എന്താണ്? എന്താ ഇംഗ്ലീഷിൽ പറയാം? പ്രൊഫസർ എന്താ? ഞാൻ മലയാളിയാണ്. എന്റെ കൂടെ പുറത്തിനൊക്കെ മലയാളം അറിയുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയും. മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ഓപ്പറേഷൻ നടത്തിയോ? നിങ്ങളെ ഭാര്യയ്ക്ക് രോഗമില്ല, അങ്ങനത്തെ പ്രശ്നമില്ല. വീട്ടിൽ ചെന്നിട്ട് തന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണാഭരണമുറിയിട്ട് ഇതെന്റെ കൂടപ്പുറപ്പിനെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. സാലിഹായ പടച്ചോട്ടേ, മരിക്കുന്നത് വരെ ഇവർക്കും ഇവരുടെ കുടുംബത്തിനും അങ്ങനത്തെ രോഗങ്ങളെ കൊടുക്കില്ല. ചെല്ലണേ.